ലോകത്തെ രണ്ടായി തിരിച്ചുള്ള ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിച്ചിട്ടില്ല. പോർക്കളത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം. ഇസ്രയേലിനെ തീർക്കാൻ ഇറാൻ ഇനി ഏത് മാർഗവും സ്വീകരിക്കും. ഇസ്രയേലുമായുള്ള പോരാട്ടത്തിന് പിന്നാലെ ചൈനീസ് J-10C യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളുമായിട്ടാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് കനത്ത വ്യോമാഘാതം ഇറാന് നേരിടേണ്ടി വന്നിരുന്നെങ്കിലും തിരിച്ച് അതിലും വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത്. ഈ സാഹചര്യത്തിലാണ് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തിവരുന്നത്. റഷ്യയുടെ Su-35 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത്. ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ ചൈനയുമായി ഇറാൻ ചർച്ചകൾ ശക്തമാക്കിയിരിക്കുന്നത് എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഇറാൻ അവരുടെ വ്യോമസേനയെ പെട്ടെന്ന് തന്നെ ആധുനികവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ റഷ്യൻ വിമാനത്തെക്കാൾ താങ്ങാനാവുന്നതും വില കുറഞ്ഞതുമായ ഒരു ബദലായി ചൈനീസ് വിമാനങ്ങളെ അവർ കാണുന്നു. ദി മോസ്കോ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനിയൻ പ്രതിരോധ മന്ത്രി അസീസ് നസീസദെ ചൈന സന്ദർശിച്ച സമയത്ത് ചർച്ചകൾ നടത്തിയതായിട്ടാണ് വിവരം. ചൈനീസ് നിർമ്മിത 4++ തലമുറ J-10C ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇറാൻ നടത്തുന്നത്. നേരത്തെ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഇറാൻ റഷ്യയുമായി കരാർ ഉണ്ടാക്കിയിരുന്നെങ്കിലും അത് പിന്നീട് പാളിപ്പോവുകയായിരുന്നു. 2023 ഉണ്ടാക്കിയ കരാർ പ്രകാരം 50 S-35 വിമാനങ്ങളായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ 4 വിമാനങ്ങൾ മാത്രമേ റഷ്യയ്ക്ക് ഇറാന് കൈമാറാൻ സാധിച്ചിരുന്നുള്ളൂ. ഇതേ തുടർന്ന് കരാർ റദ്ദാക്കിയതായാണ് പറഞ്ഞിട്ടുള്ളത്. ചൈനീസ് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇറാൻ ഇതാദ്യമായിട്ടല്ല ശ്രമം നടത്തുന്നത്. 2 പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഇറാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2015 150 യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചെങ്കിലും കരാർ മുന്നോട്ടു പോയില്ല. വിദേശ കറൻസിയിൽ പണം നൽകണമെന്ന് ചൈന നിർബന്ധം പിടിച്ചു. സാമ്പത്തിക ഞെരുക്കം കാരണം എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും രൂപത്തിലുള്ള കൈമാറ്റമായിരുന്നു ഇറാൻ വാഗ്ദാനം ചെയ്തത്. ഇറാൻ മേലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധം ഈ ഇടപാടിന് തടസ്സമുണ്ടാക്കി. 2020 ഈ നിയന്ത്രണങ്ങൾ നീക്കുകയും ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇടപാട് 36 വിമാനങ്ങളായി ചുരുങ്ങി. എന്നാൽ ചൈനയ്ക്കും ഇറാനും പണമിടപാടിൽ വീണ്ടും ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിന് പിന്നാലെ ജൂൺ 24 ഉപരോധ ഭീഷണിയില്ലാതെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക ചൈനയ്ക്ക് അനുമതി നൽകിയതിനു ശേഷം സാഹചര്യം ആകെ മാറിമറിയുകയാണ് ചെയ്തത്. ഈ വർഷം ആദ്യത്തേതിൽ ഇറാൻ വ്യോമസേനയുടെ കൈവശം ഏകദേശം 150 യുദ്ധവിമാനങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിനു മുമ്പ് രാജ്യത്തിന് ലഭിച്ച അമേരിക്കൻ നിർമ്മിത മോഡലുകളാണ് അവയിലധികവും ഉള്ളത്. എന്നിരുന്നാലും ഇസ്രയേലിനെ വീഴ്ത്തുന്നതിൽ ഇറാൻ യാതൊരു തരത്തിലുള്ള ഭയവും കാണിക്കുന്നില്ല. അതിന് പേർഷ്യൻ പോരാളികൾ ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് തന്നെയാണ് പുതിയ പദ്ധതിയുമായിട്ട് വീണ്ടും ഇറാൻ രംഗത്തിറങ്ങുന്നത്.